ശരിക്കും ഇന്നലെ വന്ന ആ ഒരു പ്രൊമോയില് ഷാനവാസിനെ കണ്ടവരുണ്ടോ? ശരിക്കും ഷാനവാസ് അതിലുണ്ടായിരുന്നു. ഞാനത് ഇന്ന് ഒന്നുകൂടെ ആ ഒരു പ്രൊമോ വീണ്ടും ഒന്നുകൂടെ അനലൈസ് ചെയ്യാന്ന് കരുതി എടുത്തതാണ്. കാരണം വെച്ചാൽ ആര്യനാണോ എവിക്റ്റ് ആകുന്നത്, അത് അവരുടെ മുഖത്ത് ആ ഒരു ഷോക്കിംഗ് എക്സ്പ്രഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഞാൻ ഷാനവാസിനെ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ഷാനവാസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഞാനൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് സഫാന എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരൊക്കെ വെച്ച് നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ സന്തോഷം തോന്നി. പിന്നെ എൻ്റെ മലയാളത്തെക്കുറിച്ചൊക്കെ ഓരോരുത്തർക്ക് കമന്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മലയാളത്തിന് എന്താ കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഒരു മാധ്യമപ്രവർത്തകയായിട്ടൊക്കെ ആഗ്രഹിച്ച് പഠിച്ചൊക്കെ വന്നതുകൊണ്ട് പണ്ട് തൊട്ടേ ഇങ്ങനെ വാർത്ത വായിക്കുന്ന ശൈലി ഞാൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് അങ്ങനെ ആയിട്ടുണ്ടോ തരത്തില്ല. ആ കമന്റ് വായിച്ചതിന് ശേഷം മലയാളം പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ കമന്റ് ഇട്ട ആളോട് ഞാൻ ഒരു നമസ്കാരം പറഞ്ഞേക്കാം. എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം ആദിലെടുത്ത് ആരെ സേവ് ചെയ്യണമെന്ന് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പറയുന്നുണ്ട് നൂറിനെയും അനുമോളെയും ഒന്നിച്ച് സേവ് ചെയ്യണം. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ടുപേരെ ഒന്നിച്ച് സേവ് ചെയ്യണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എഴുന്നേറ്റ് നിൽക്കുന്ന തൊട്ട് താഴെയായിട്ട് ഷാനവാസ് ഒക്കെ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഷാനവാസിന്റെ ബേസിക്കലി എനിക്ക് ഷാനവാസിന്റെ ഗെയിമോ സ്ട്രാറ്റജീസോ ഒന്നും അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും, ഷാനവാസ് ഒരു നല്ല മനുഷ്യനാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഇടിച്ചു കയറി ഷാനവാസിന്റെ അടുത്ത് കയറി സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയാ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പാവം ഒരു മനുഷ്യനാണ്. കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ പ്രത്യേകിച്ച് ആഷ് പൂഷ് ലൈഫ് ഒന്നും അല്ലാത്ത എന്തോ ഒരു നല്ല മനുഷ്യൻ, അത്രയും എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 3 കിടിലം ഫിറോസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ചുമ്മാ ഇങ്ങനെ കിടക്കുക, അവിടെ മൊത്തം ചാരിക്കിടന്ന് എവിടെയെങ്കിലും ഇരുന്ന് കുറെ കാര്യങ്ങൾ പറയുക, പക്ഷെ ഭയങ്കര മോട്ടിവേഷൻ ആണ്.